ഈശ്വരക്കും പ്രിയപ്പെട്ടവരെ, തിരുവിഷ്ട മീഡിയയിലേക്ക് സ്വാഗതം. ക്രിസ്ത്യാനികളെന്ന് സ്വയം അഭിമാനിക്കുന്നവരാണ് നമ്മൾ. യേശുവിനെ അനുഗമിക്കുന്നുവെന്ന് അതിലൂടെ നാം ഏറ്റുപറയുന്നുണ്ട്. യേശുവിനെ അനുഗമിക്കാൻ ഏറ്റവും പ്രധാനമായി നമുക്ക് ആവശ്യമുള്ളത് ആത്മാനുതാപമാണ്. പൊതുവിൽ ക്രിസ്തുവിനെ അനുഗമിക്കുന്നതിന്റെ ഭാഗമായി ആചാരപരമായ രീതികൾ, അനുഷ്ഠാനങ്ങൾ ഒക്കെ നാം നിറവേറ്റുന്നുണ്ട്. വിശ്വാസ ജീവിതത്തിന്റെ ബാഹ്യ അടയാളങ്ങൾ നിലനിർത്തിക്കൊണ്ടാണ് സഭയിൽ നാം ജീവിക്കുന്നത്. അങ്ങനെ ക്രിസ്ത്യാനികളെന്ന് അഭിമാനിക്കുമ്പോഴും സഭയിലാണ് ജീവിക്കുന്നതെന്ന് കരുതുമ്പോഴും നമുക്ക് നഷ്ടപ്പെട്ടു പോകാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആത്മാനുതാപമാണ്. ഹൃദയപരമായ ബന്ധമാണ് യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ അനുഗമിക്കാൻ അനിപേക്ഷണീയമായിട്ടുള്ളത്, അത്യാവശ്യമായിട്ടുള്ളത്. എങ്ങനെയാണ് ഈശോയുടെ പിന്നാലെ പോകാൻ കഴിയുക? അത് അനുതാപത്തിലൂടെ മാത്രമേ സാധ്യമാവൂ. കാരണം ക്രിസ്തുവിരുദ്ധമായ ഭാവങ്ങളാണ് സ്വാഭാവികമായി നമ്മിലുള്ളത്. സ്വാർത്ഥത്തിന്റെയും അവനവൻ മഹിമയുടെയും ലോക താല്പര്യങ്ങളുടെയും കൂമ്പാരമാണ് നമ്മുടെ ജീവിതം. അത്തരത്തിൽ ജീവിതത്തിന്റെ ഓരോ സന്ദർഭങ്ങളിലും ജീവിതത്തിന്റെ ഓരോ പ്രവൃത്തികളിലും നാം പ്രകടമാക്കുന്നത് നമ്മുടെ സ്വഭാവമാണ്. അതാകട്ടെ സ്വാർത്ഥത്തിൽ ഊന്നിയതാണ്, അവനവൻ മഹിമയിൽ ഉറപ്പിക്കപ്പെട്ടതാണ്. ആത്മാനുതാപം എന്നത് സാധാരണ രീതിയിൽ നമ്മൾ ചിന്തിക്കുക ചെയ്തു പോയ പാപങ്ങളെക്കുറിച്ചുള്ള അനുതാപമാണ്. ഹൃദയത്തിനകത്ത് ഞാൻ പാപം ചെയ്തു പോയി എന്ന ഒരു ധാരണ നിലനിർത്തുന്നതാണോ അനുതാപം? അതല്ലെങ്കിൽ സ്നേഹം പ്രഖ്യാപിക്കുന്നതാണോ? യഥാർത്ഥത്തിൽ ആത്മാനുതാപം എന്നത് തീക്ഷ്ണമായ ഒരു ഭാവമാണ്. അത് ഹൃദയത്തിന്റെ ജ്വലനമാണ്. വെളിപാട് പുസ്തകം അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. 3:15 നിന്റെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു, നീ തണുപ്പോ ചൂടോ ഉള്ളവനല്ല. നീ തണുപ്പോ ചൂടോ ഉള്ളവനായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. തുടർ വചനങ്ങളിൽ അവിടെ നിന്ന് പറയുന്നുണ്ട്, ചൂടോ തണുപ്പോ ഇല്ലാത്ത മന്മോഷനാകിയാൽ നിന്നെ ഞാൻ എൻ്റെ വായിൽ നിന്ന് തുപ്പിക്കളയും. വചനവകൾ അതിനെക്കുറിച്ച് പറയുന്നത് ഛർദ്ദിച്ച് കളയുന്നതാണ്. ചൂടോ തണുപ്പോ ഉള്ളവനാകണം. രണ്ട് കാര്യമാണ് അവിടെ പ്രധാനമായിട്ടുള്ളത്. തണുപ്പ് ഒരു ആശ്രയത്വ ബോധമാണ്. ക്രിസ്തുവിലാണ് പരമാശ്രയം എന്ന ബോധ്യം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്നതാണ് തണുപ്പ്. ചൂടാകട്ടെ ക്രിസ്തുവിനുള്ള സ്നേഹത്തെ പ്രതി ഉള്ളിലുണ്ടാകുന്ന ജ്വലനവും. ക്രിസ്തുവിനോടൊരു പ്രണയം ഉണ്ടാകുക എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. ജീവിതത്തിന്റെ നാഥനായി, സ്വന്തം ഉടയവനായി, സ്നേഹിതനായി, മണവാളനായി ക്രിസ്തുവിനെ ഹൃദയത്തിൽ അവരോധിക്കുമ്പോഴാണ് ഈ ചൂട് അനുഭവപ്പെടുക. എത്രത്തോളം ചൂടുള്ളവരായിട്ടാണ് നാം ക്രിസ്തുവുമായി ബന്ധത്തിലായിരിക്കുന്നത്? ബന്ധങ്ങളുടെയൊക്കെ ഊഷ്മളത ഹൃദയപരമായ ഐക്യത്തിലാണ്. അവനാണ് ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യമെന്ന ബോധം ഉണ്ടാകലാണ്. അവനിലാണ് ജീവിതത്തിന് സർവസ്വം എന്ന ചിന്തയുണ്ടാകലാണ്. നമുക്ക് ക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ എത്രത്തോളം ആഴപ്പെടാനാകുന്നുണ്ട് എന്നതിന്റെ വെളിപ്പെടുത്തലാണ് അനുതാപം. അത് കേവലമായ പാപത്തെക്കുറിച്ചുള്ള സങ്കടമല്ല. നമ്മൾ പലപ്പോഴും അങ്ങനെയാണ്, തെറ്റ് ചെയ്തു പോയല്ലോ എന്നൊരു വിഷമം നമുക്കുണ്ടാവുന്നു. തെറ്റ് ചെയ്തു പോകുമ്പോൾ ഉണ്ടാകുന്ന വിഷമം കുറ്റബോധമാണ്. കാരണം അതൊരിക്കലും ക്രിസ്തുവുമായി ബന്ധപ്പെട്ട കാര്യമല്ല. നമ്മുടെ പ്രവൃത്തികളിൽ ഉണ്ടാകുന്ന വൈകല്യങ്ങൾ, മറ്റുള്ളവരോട് നാം ചെയ്യുന്ന പ്രവൃത്തികളിലെ പോരായ്മകൾ, അവയെക്കുറിച്ചൊക്കെ ഉള്ളിലുണ്ടാകുന്ന വേദനയാണ് കുറ്റബോധം. അത് ആവോളം നമുക്കുണ്ട്. ചെയ്യുന്ന ഏത് പ്രവൃത്തിയും കുറെ കഴിഞ്ഞ് കുറ്റബോധം ഉളവാക്കും. അങ്ങനെ കുറ്റബോധം ഉണ്ടായാൽ നിശ്ചയമായിട്ടും അത് ആത്മാനുതാപത്തിലേക്ക് നമ്മെ കൊണ്ടുപോകില്ല. അത് നിരാശയിലേക്ക് നമ്മെ നിബന്ധിപ്പിക്കും. അങ്ങനെ നിരാശപ്പെട്ട ഒരാളെ നമുക്ക് സുവിശേഷത്തിൽ അറിയാം. യൂദാസാണ്. യേശുവിനെ ഒറ്റിക്കൊടുത്തു പോയി എന്നത് കുറ്റബോധമായിട്ടാണ് യൂദാസ് നമുക്ക് കാണാൻ പറ്റുക. വിശുദ്ധ മത്തായി സുവിശേഷത്തിൽ 27-ാം അധ്യായത്തിൽ 4-ാം തിരുവചനത്തിൽ അത് നമുക്ക് കാണാൻ പറ്റും. നിഷ്കളങ്ക രക്തത്തെ ഒറ്റിക്കൊടുത്ത് ഞാൻ പാപം ചെയ്തിരിക്കുന്നു എന്നാണ് യൂദാസിനുണ്ടാവുന്ന ബോധ്യം. അത് അനുതാപമല്ല, അത് കുറ്റബോധമാണ്. നമ്മൾ നമ്മുടെ ജീവിതത്തിലെ അപരത്വത്തോട്, നമ്മുടെ കൂടെയുള്ളവരോട്, സമൂഹത്തോട് ഒക്കെ ബന്ധങ്ങളിൽ അകലം വരികയും വീണുപോവുകയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറ്റബോധം ഉണ്ടാവും. ഏറ്റവും ലളിതമായ ഒരാളൊരു നുണ പറഞ്ഞു പോയാൽ, അങ്ങനെ പറയേണ്ടിയിരുന്നില്ല, പറഞ്ഞു പോയല്ലോ എന്നൊരു കുറ്റബോധം നമുക്കുണ്ടാവും. നാം ചിലപ്പോഴൊക്കെ കുമ്പസാരത്തിൽ ഏറ്റു പറയാറുണ്ട്.
പക്ഷെ അവിടെ ഞാൻ എൻ്റെ സുഹൃത്തിനോട്, സഹോദരനോട്, സഹോദരിയോട്, പങ്കാളിയോട് ഇങ്ങനെ പ്രവർത്തിച്ചു പോയല്ലോ എന്നുള്ള ഒരു വേദനയാണ്. ആ വേദന, ഒരു സങ്കടമൊക്കെ നമുക്ക് ഉണ്ടാകും. ആ സങ്കടം ഒരു കുറ്റബോധം മാത്രമാണ്. കുറ്റബോധങ്ങളുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, കുറ്റബോധങ്ങൾ സാഹചര്യങ്ങൾ കൊണ്ട് നമ്മൾ ലഘൂകരിക്കും. ഇന്ന സാഹചര്യത്തിലാണല്ലോ അങ്ങനെ ചെയ്തു പോയത് എന്ന് നമ്മൾ കരുതും. അങ്ങനെ സാഹചര്യങ്ങളിലാണ് എന്ന് കരുതുമ്പോൾ കുറ്റബോധത്തിന്റെ ഗ്രാവിറ്റി കുറയ്ക്കാൻ പറ്റും. കുറ്റബോധം അങ്ങനെ നിൽക്കും, ഗ്രാവിറ്റി കുറയും. പക്ഷെ അതൊരിക്കലും ക്രിസ്തുബോധത്തിലേക്ക് നമ്മെ നയിക്കില്ല, ആത്മാനുതാപത്തിലേക്ക് നയിക്കില്ല. ആത്മാനുതാപം എന്നത് അടിസ്ഥാനപരമായി ഹൃദയത്തിനുണ്ടാവേണ്ട ഒരു ഭാവമാണ്. എന്നെ യേശു സ്നേഹിക്കുന്നുവെന്നും ആ യേശുവിലാണ് ഞാനെന്നും ഞാൻ അവനെ സ്നേഹിക്കേണ്ടതാണെന്നുമുള്ള ബോധ്യത്തിൽ ക്രിസ്തുവുമായുള്ള അകലം ഹൃദയത്തിനകത്ത് വരുത്തുന്ന വേദനയാണ് ആത്മാനുതാപം. അത് കേവലമായൊരു സങ്കടമല്ല, കണ്ണീരിന്റെ ഒഴുക്കല്ല. ഹൃദയത്തിനകത്ത് ഒരു ജ്വലനം ഉണ്ടാവുക. അവൻ ഏറ്റവും പ്രിയപ്പെട്ടവനാണെന്നും അവൻ എൻ്റെ സർവസ്വവുമാണെന്നും ഹൃദയം കൊണ്ട് പറയാൻ പറ്റുക. അങ്ങനെ പറയുമ്പോൾ അവനിലേക്ക് നിരന്തരം ഉന്മുഖമായിരിക്കിയാൽ അവന്റെ മുഖം പാടാൻ, അവന് സങ്കടം വരാൻ, അവൻ വേദനിക്കാൻ ഇടയാകാത്ത വിധം ജീവിക്കണമെന്ന് ഹൃദയം നിർബന്ധിക്കാൻ തുടങ്ങും. ഒരാളെ പ്രണയിക്കാൻ തുടങ്ങുമ്പോൾ പിന്നെ മുഴുവൻ ശ്രദ്ധ അയാളിലേക്കാണ്. അയാളുടെ ഭാവമാറ്റങ്ങൾ, അയാളുടെ സന്തോഷങ്ങൾ, അയാളുടെ സങ്കടങ്ങൾ, അതൊക്കെയാണ് നമ്മെ പ്രധാനമായിട്ട് ഭരിക്കുക. നമ്മൾ ഓരോ പ്രവൃത്തികളെയും അത് നിയന്ത്രിക്കും. നാം പോലും അറിയാതെ ഈ അവരന്റെ സന്തോഷത്തെ നമ്മൾ മുഖ്യമായിട്ട് കാണാൻ തുടങ്ങും, പ്രധാനപ്പെട്ടതായിട്ട് അറിയാൻ തുടങ്ങും. അങ്ങനെ ക്രിസ്തുവിലേക്ക് നിരന്തരം ഒഴുകുന്ന ഒരു അരുവിയായി മാറാൻ, ക്രിസ്തുവിലേക്ക് നിരന്തരം മിഴി തുറക്കുന്ന ഒരാളായിട്ട് മാറാൻ കഴിയുമ്പോൾ ഉള്ളിലുണ്ടാകുന്ന ഒരു സ്നേഹാനുഭവമാണ് യഥാർത്ഥത്തിൽ ആത്മാനുതാപം. അനുതാപത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്ന അങ്ങനെയല്ല. ചെയ്തുപോയ തെറ്റിനെക്കുറിച്ച് ഹൃദയത്തിലുണ്ടാകുന്ന വേദനയാണ് അനുതാപം എന്ന് തെറ്റിദ്ധരിക്കുമ്പോൾ വാസ്തവത്തിൽ സംഭവിക്കുന്നത് അനുതാപത്തിന്റെ ഒരു ഘട്ടം മാത്രം നമ്മൾ നിലനിൽക്കുന്നുവെന്നാണ്. അങ്ങനെ അനുതാപത്തിന്റെ ഈ ഒരു ഘട്ടം നിലനിൽക്കുന്നതുകൊണ്ടുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് അതിനെ ജയിക്കാൻ സാധ്യമല്ല. കാരണം ഞാൻ ഒരാളോട് അയാൾക്ക് വേദനാകരമായ രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ എനിക്ക് അതിലുണ്ടാകുന്ന വേദനയാണ് അനുതാപമെങ്കിൽ എന്നെ ആ പ്രവൃത്തിയിലേക്ക് നയിക്കുന്നത് ഒരു സ്നേഹരാഹിത്യമാണ്, ഒരു ജ്വലനമില്ലായ്മയാണ്. അങ്ങനെ ഹൃദയത്തിന് ചൂടുണ്ടാകാതെ പോകുന്ന അവസ്ഥ നിശ്ചയമായും പാപത്തിലേക്ക് നമ്മെ നയിക്കും. സുവിശേഷത്തിൽ നമ്മളൊരു ഉദാഹരണം കാണുന്നുണ്ട്. അത് വിശുദ്ധ പത്രോസിൻ്റെതാണ്. വിശുദ്ധ പത്രോസ് ആത്മാനുതാപത്തിന്റെ മാതൃക കാണിക്കുന്ന ഒരാളാണ്. പക്ഷേ ഈ ആത്മാനുതാപത്തിന്റെ മാതൃകയായ പത്രോസ് എന്തുകൊണ്ടാണ് യേശുവിനെ തള്ളിപ്പറഞ്ഞത്? യേശുവിനെ തള്ളിപ്പറഞ്ഞത് 2-3 കാരണങ്ങൾ അതിന്റെ പുറകിലുണ്ട്. സാധാരണ രീതിയിൽ പറഞ്ഞാൽ, യഹൂദർ തന്നെയും ശിക്ഷിക്കുമെന്നോ ഭയന്നിട്ടാണ്. സ്വാഭാവികമായും അതായിരിക്കും നമ്മുടെ മുമ്പിൽ പ്രൊജക്റ്റ് ചെയ്യപ്പെടുക. വാസ്തവത്തിൽ എന്തുകൊണ്ടാണ് വിശുദ്ധ പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞത്? എവിടെ വെച്ചാണ് യേശുവിനെ വിശുദ്ധ പത്രോസ് തള്ളിപ്പറയുന്നത്? അത് ശ്രദ്ധിച്ചാൽ എന്താണ് തള്ളിപ്പറയാനുള്ള കാരണമെന്ന് നമുക്ക് മനസ്സിലാവും. വിശുദ്ധ മത്തായി സുവിശേഷത്തിൽ 26-ാം അധ്യായത്തിൽ 69-ാം തിരുവചനം പറയാണ്, പത്രോസ് പുറത്തായിരുന്നു. യേശുവിനെ അകത്ത് വിചാരണ ചെയ്യുന്ന സമയത്ത്, അവൻ വിധിക്കപ്പെടാനായി കളമൊരുങ്ങുന്ന സമയത്ത്, യേശു ഏറ്റവും കൂടുതൽ വേദന അനുഭവിക്കുന്ന ഒരു സമയത്ത് പത്രോസ് പുറത്തായിരുന്നു. വിശുദ്ധ യോഹന്നാൻ 18:18 പഠിപ്പിക്കുന്ന വേറൊരു കാര്യമാണ്. പത്രോസ് തീ കായാൻ പോയി. അവിടെ സേവകന്മാരും ഭൃത്യന്മാരും ഒക്കെ തീ കായുന്നുണ്ടായിരുന്നു, തണുപ്പായതിനാൽ അവരോടുകൂടെ തീ കായാൻ പോയിരുന്നു. ഈ 2 പ്രവൃത്തികൾ യേശുവിനെ വിധിക്കുന്ന സമയത്ത് ആ വിധിക്കുന്ന സന്ദർഭത്തിനകത്ത് നിൽക്കാതെ പുറത്തായിരുന്നു. 2, തണുപ്പായിരുന്നതിനാൽ സേവകരോടും ഭൃത്യരോടുമൊപ്പം തീ കായാൻ പോയിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കണം, പത്രോസിന്റെ ഹൃദയത്തിന്റെ ചൂട് കുറഞ്ഞു പോയിരുന്നു. പത്രോസിന്റെ ഹൃദയത്തിന് ചൂട് കുറഞ്ഞു പോയത് കൊണ്ടാണ് വിശുദ്ധ പത്രോസ് തീ കായാനായിട്ട് പോകുന്നത്. അകത്തു പോയാൽ താനും അകത്താകുമോ എന്ന ഭയമാണ് പുറത്തു നിൽക്കാൻ പ്രേരിപ്പിച്ചത്. ഇതുമായി കൂട്ടിച്ചേർത്ത് വേറൊരു കാര്യം നമുക്ക് ചിന്തിക്കുമ്പോൾ കുറച്ചുകൂടി വ്യക്തമാകും. മിസ്റ്റർ ഫ്രാൻസിസ് അസീസി കൊടും ശൈത്യത്തിൽ വഴിയിൽ കിടക്കുന്ന ഒരു സംഭവമുണ്ട്. സെയിന്റ് ഫ്രാൻസിസ് എന്ന നോവൽ അത് വിവരിക്കുന്നുണ്ട്. അവിടെ ഫ്രാൻസിസിനോട് ആളുകൾ ചോദിക്കുന്നു, തണുക്കുന്നില്ലേ? ഫ്രാൻസിസ് പറയുന്നു,
അകത്ത് ചൂടായതിനാൽ പുറത്തെ തണുപ്പ് അറിയുന്നില്ല. നമ്മുടെ അകത്ത് ചൂടുള്ളപ്പോൾ, സ്നേഹം ജ്വലിക്കുമ്പോൾ പുറത്തെ തണുപ്പ് നമുക്ക് അനുഭവപ്പെടില്ല, ക്ലേശങ്ങൾ നമുക്ക് അനുഭവപ്പെടില്ല, ഭയം നമ്മെ പിടികൂടില്ല. സ്നേഹം ജ്വലിക്കുമ്പോൾ നമ്മുടെ ഹൃദയം എവിടെയാണ് അപകടമെന്നതല്ല അന്വേഷിക്കുക, എവിടെയാണ് സ്നേഹിതനെന്നാണ് അന്വേഷിക്കുക. തന്നെ കൂടെ കൊണ്ടു നടന്ന, മാറോട് ചേർത്ത് നിർത്തിയ, ദൈവികമായ വെളിപ്പെടുത്തലുകൾ നൽകിയ, ക്രിസ്തുവിന്റെ പിന്നാലെ മരണം വരെ ഒരിക്കലും ഇടറുകയില്ല എന്ന് പറഞ്ഞ പത്രോസ് ഒരു തണുപ്പ് വന്നപ്പോ തീ കായാൻ പോയി. ക്രിസ്തുവിനൊരു അപകടം സംഭവിക്കുമ്പോൾ പുറത്ത് മാറിയിരുന്നു. ഈ രണ്ട് സന്ദർഭങ്ങളാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ പത്രോസ് യേശുവിനെ നിഷേധിക്കാൻ കാരണമായിട്ട് മാറുന്നത്. അതിനകത്തുള്ളത് ഈ രണ്ട് സാഹചര്യങ്ങളല്ല ക്രിസ്തുവിനെ തള്ളിപ്പറയാൻ കാരണം. ഹൃദയത്തിനകത്തെ ചൂട് ആറിപ്പോയതാണ്, ആത്മാനുതാപം നഷ്ടപ്പെട്ടതാണ്, ക്രിസ്തുബോധം നഷ്ടപ്പെട്ടതാണ്. നമുക്ക് ജീവിതത്തിൽ നാം എടുക്കുന്ന എല്ലാ പ്രവൃത്തികളിലും ബന്ധങ്ങളിലും ഒക്കെ ഇത് പരിശോധിക്കാം. നാം ആദ്യ കുർബാന സ്വീകരിക്കുന്നു. ആദ്യ കുർബാന സ്വീകരിക്കുന്നത് ക്രിസ്തുവിനുള്ള സ്നേഹത്തെ പ്രതിയാണ്. ആ കുർബാന സ്വീകരിച്ച ഓർമ്മകളിലേക്കൊന്ന് തിരികെ പോയാൽ നിങ്ങൾക്കത് ഓർത്തെടുക്കാൻ പറ്റും. വലിയ പ്രതീക്ഷയായിരുന്നു, കർത്താവ് അകമേ വരും, ഈശോ ഉള്ളി വരും. പക്ഷേ ക്രമേണ 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 വിശുദ്ധ കുർബാന അനുഭവങ്ങളൊക്കെ യാന്ത്രികമായി പോയി. പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാത്ത പോലെ, ഒരു പ്രസാദം സ്വീകരിക്കുന്നത് പോലെ കുർബാന സ്വീകരിച്ച് തിരികെ പോരാൻ നമുക്കാവുന്നു. അകത്ത് വന്ന കർത്താവിനെ അപ്പൊ തന്നെ മറന്നുപോയി. പള്ളിക്ക് പുറത്തെത്തുന്നതിന് മുൻപ്, അറിയിപ്പ് വായിക്കുന്ന സമയത്ത് തന്നെ കർത്താവൊക്കെ പുറത്തു പോയി നാം അറിയിപ്പിലേക്കും ലോകത്തിലേക്കും തിരിയുന്നു. എത്ര പെട്ടെന്നാണ് ഈ സ്നേഹത്തിൽ നാം അകന്നു പോകുന്നത്. ഹൃദയത്തിനകത്ത് ഒരു ചൂടുണ്ടാവുക എന്നാൽ ജീവിതത്തിൽ കണ്ടുമുട്ടിയ ഒരുവനോട്, ജീവിതത്തിൽ തിരിച്ചറിഞ്ഞൊരു സ്നേഹത്തോട് പ്രതിസ്നേഹമായി ഹൃദയം ജ്വലിക്കുന്ന പ്രവൃത്തിയാണ്. അതുകൊണ്ട് പാപവും പുണ്യവും എന്നതൊക്കെ മാറ്റിവെച്ചിട്ട് ആദ്യം ഉണ്ടാകേണ്ടത് ക്രിസ്തുവിനുള്ള സ്നേഹത്തിൽ എത്രത്തോളം ആഴപ്പെടാൻ കഴിയുന്നുണ്ട്, അവിടെ എന്തെങ്കിലും കുറവ് സംഭവിക്കുന്നുണ്ടോ എന്ന പരിശോധനയാണ്. ആത്മീയ ജീവിതത്തിലേക്ക് മുന്നേറുമ്പോൾ വേണ്ട, ഭൗതിക ജീവിത പ്രതിസന്ധികളിലും ഭൗതിക ജീവിത സാഹചര്യങ്ങളിലും നാം നിലനിൽക്കുമ്പോൾ തന്നെ നമുക്ക് തിരിഞ്ഞു നോക്കാവുന്ന ഒരു കാര്യമാണ് ക്രിസ്തുവുമായിട്ട് എങ്ങനെയാണ്, അവനുമായുള്ള ബന്ധം എന്താണ്. യഥാർത്ഥത്തിൽ പാപബോധം തന്നെ ക്രിസ്തുവുമായുള്ള ഈ അകലത്തെക്കുറിച്ചുള്ള തിരിച്ചറിവാണ്. ചെയ്തു പോയ പാപത്തെക്കുറിച്ചുള്ള ബോധ്യമല്ല പാപബോധം. എന്നെ സ്നേഹിക്കുന്ന ഒരുവനോട്, എനിക്ക് വേണ്ടി ജീവൻ അർപ്പിച്ച ഒരുവനോട്, എന്റെ മണവാളനായ ഒരുവനോട് എന്റെ ഹൃദയം എത്രത്തോളം ഒട്ടി നിൽക്കുന്നു, അവന്റെ ഹൃദയഭാവത്തെ എങ്ങനെയൊക്കെ തിരിച്ചറിയുന്നു, ഞാൻ അവനിലേക്കാണോ നോക്കുന്നത്, ഞാൻ അവനെയാണോ മറ്റുള്ളവരിൽ കാണുന്നത്. ഇങ്ങനെ ക്രിസ്തുവിനോടും സാഹോദര്യത്തിലും നമുക്ക് വരുന്ന വീഴ്ചകൾ പാപമാണെന്നൊരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. പാപത്തെക്കുറിച്ച് കത്തോലിക്ക തിരുസഭ പഠിപ്പിക്കുന്ന നിർവചനത്തിൽ പ്രധാനമായും പറയുന്നൊരു കാര്യം, ക്രിസ്തുവിനെ സ്നേഹിക്കാൻ കഴിയാത്ത വിധം ക്രമവിരുദ്ധമായി ലോകത്തോടുള്ള സ്നേഹമാണ് പാപം എന്നാണ്. സാർവത്രിക സഭയുടെ വേദോപദേശം 1849 നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, പാപം സത്യത്തിനും യുക്തിക്കും ശരിയായ മനസാക്ഷിക്കും എതിരായ തെറ്റാണ്. തുടർന്ന് പറയുന്നത് അത് ദൈവത്തോടും സഹോദരനോടുമുള്ള സ്നേഹത്തിൽ വരുന്ന വീഴ്ചയാണ്. നമ്മുടെ സ്നേഹബന്ധങ്ങളൊക്കെ കേവലമായി മാനുഷികമായ പ്രവൃത്തികളായിട്ടാണ് നാം പലപ്പോഴും കരുതുക. ഈ മാനുഷിക ബന്ധങ്ങളുടെയൊക്കെ പരിമിതി എന്താണ്? അത് ഏത് സമയത്തും വീണുടഞ്ഞു പോകാം. നമ്മുടെ മാനുഷിക ബന്ധങ്ങളൊക്കെ തകരുന്നതിന് കാരണമന്വേഷിച്ച് നമ്മൾ അലയാണ്. ദാമ്പത്യ ബന്ധങ്ങളും പ്രണയബന്ധങ്ങളും സ്നേഹബന്ധങ്ങളും ഒക്കെ അകന്നു പോകുന്നു, സഹോദര ബന്ധങ്ങൾ അകന്നു പോകുന്നു. കാരണം എന്താ? കേവലമായി മനുഷ്യത്വത്തിൽ മാത്രം നിലനിൽക്കുന്ന ബന്ധമായിട്ടാണ് നമ്മൾ സ്വീകരിക്കുക. ഞാൻ ഒരാളെ സ്നേഹിക്കുന്നത് ക്രിസ്തുവിനെ പ്രതിയായി മാറുമ്പോൾ, ക്രിസ്തുവിനോടുള്ള സ്നേഹം ഹൃദയത്തിൽ ജ്വലിക്കുമ്പോൾ, അവനെ പ്രതി അവരെന്നെ സ്വീകരിക്കാൻ മനസ്സ് കാണിക്കുമ്പോഴാണ് യഥാർത്ഥ സ്നേഹം നമ്മിന്ന് പുറപ്പെടുക. മാനുഷിക സ്നേഹത്തിന്റെ പരിമിതി അത് എന്നെ സ്നേഹിക്കുന്നവനെ ഞാൻ സ്നേഹിക്കും, എന്നെ ദ്വേഷിക്കുന്നവനെ ഞാൻ ദ്വേഷിക്കും. അതൊക്കെ ഇഷ്ടവുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്, മമതയുള്ള കാര്യമാണ്. യഥാർത്ഥത്തിൽ സ്നേഹം എന്നത് ക്രിസ്തുവിനെ പ്രതി അപരത്വത്തോടുണ്ടാകുന്ന ബന്ധമാണ്, യേശുവിനെ പ്രതിയാണ്. ഞാനൊരാളെ സ്നേഹിക്കുന്നത് യേശുവിനെ പ്രതിയാകുമ്പോൾ അവരിൽ നിന്ന് സ്നേഹം ഞാൻ തിരിച്ചു പ്രതീക്ഷിക്കുന്നില്ല. ഞാൻ സ്നേഹം പ്രതീക്ഷിക്കുന്ന ക്രിസ്തുവിൽ നിന്നാണ്. അങ്ങനെ ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ ഞാൻ പുരോഗമിക്കുമ്പോൾ, യേശുവിനെ സ്നേഹിക്കുന്നു എന്ന തിരിച്ചറിവിൽ നിന്ന് ഞാൻ അവരെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ അവരിൽ നിന്ന് സ്നേഹം പ്രതീക്ഷിക്കാതെയാവുന്നു.
ഞാൻ ഈ ലോകത്ത് അനുഭവിക്കുന്ന ഏത് സുഖവും സൗഭാഗ്യവും ക്രിസ്തുവിനോടുള്ള സ്നേഹത്തോട് എങ്ങനെയാണ് എന്നെ ബന്ധപ്പെടുത്തുന്നത് എന്നതായി മാറുന്നു എന്റെ പ്രധാനപ്പെട്ട ചിന്ത. എന്റെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ക്രിസ്തു എങ്ങനെയാണ് പരിഗണിക്കുന്നത്, ക്രിസ്തുവിൽ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണാൻ കഴിയുന്നത് എന്ന ബോധ്യം എനിക്ക് ഉണ്ടാകുമ്പോൾ എന്റെ കൂടെ വസിക്കുന്ന, എന്നിൽ വസിക്കുന്ന ദൈവത്തിന്റെ സ്നേഹത്തെ ലംഘിക്കാൻ കഴിയാത്തത് മൂലം ഞാൻ ഈ ലോകത്തോടുള്ള മൈത്രി ഉപേക്ഷിക്കുന്നു. ഭൗതിക ജീവിതത്തെ അപ്പാടെ ഒഴിവാക്കി കളയെന്നല്ല, ഭൗതിക ജീവിതത്തിനകത്ത് ക്രിസ്തുവിനെ പ്രകാശിപ്പിക്കാൻ കഴിയുന്ന വിധം ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ ആഴപ്പെടലാം. അതുകൊണ്ട് അനുതാപത്തെക്കുറിച്ചുണ്ടാകേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, അനുതാപം എന്നത് കേവല സങ്കടമല്ല, ചെയ്തു പോയ പാപത്തെക്കുറിച്ചുള്ള ചിന്തയല്ല, മനുഷ്യരോടുണ്ടാകുന്ന വ്യക്തിബന്ധങ്ങളിലുണ്ടാകുന്ന അകലമല്ല, ക്രിസ്തുവിലുണ്ടാകുന്ന അകലമാണ്. യേശുവിനോടുള്ള ബന്ധത്തിലുണ്ടാകുന്ന വീഴ്ചയാണ്. എന്നെ സ്നേഹിക്കുന്ന ഒരുവനെ എനിക്ക് സ്നേഹിക്കാൻ കഴിയാതെ പോകുന്നതിലുള്ള വിഷമമാണ് യഥാർത്ഥത്തിൽ അനുതാപം. സാധാരണഗതിയിൽ നമ്മൾ എപ്പോഴും യൂദാസിനെ വഞ്ചകനായൊരുവനായിട്ടാണ് കാണുക. യൂദാസ് യേശുവിനെ ഒറ്റിക്കൊടുക്കുന്നത് ആത്മവഞ്ചനയാണ്. സ്വന്തം ഗുരുവിനെ ഒറ്റിക്കൊടുത്തു എന്നത് ഒരിക്കലും ലോകസമക്ഷം അംഗീകരിക്കപ്പെടാൻ കഴിയാത്ത പ്രവൃത്തിയാണ്. അത് തെറ്റ് തന്നെയാണ്. പക്ഷേ യൂദാസ് അതിനെക്കുറിച്ച് അനുദപിക്കുന്നുണ്ട്. യൂദാസ് അനുദപിച്ചു എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ആളുകൾക്ക് തോന്നും, ഓ അങ്ങനെയൊക്കെ സംഭവിക്കുമോ, യൂദാസ് അനുദപിച്ചില്ലല്ലോ, അവൻ കെട്ടിഞ്ഞാന്ന് ചാവുകയല്ലേ ചെയ്തത്. യൂദാസ് യേശു ഇങ്ങനെ വിധിക്കപ്പെടുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ അനുദപിക്കുന്നുണ്ട്. യൂദാസ് അനുദപിച്ചു എന്ന് പറയുന്നത് വിശുദ്ധ മത്തായി സുവിശേഷം 27-ാം അധ്യായം 3-ാം തിരുവചനമാണ്. യൂദാസ് അനുദപിച്ചു. പക്ഷെ യൂദാസിന്റെ അനുതാപം ഹൃദയപരമായ ക്രിസ്തുവിലുള്ള അനുതാപമല്ല, ഹൃദയത്തിലുണ്ടായ സ്നേഹത്തിന്റെ പ്രകടനമല്ല. അനുതാപം അതിനു മുമ്പ് തന്നെ യൂദാസിൽ മരവിച്ചു പോയിട്ടുണ്ട്. യേശുവിനെ ഒറ്റിക്കൊടുക്കുന്നതിന് മുൻപ് യേശുവിന്റെ ഭക്ഷണപാത്രത്തിൽ കൈയിട്ടിരുന്ന ഒരാളാണ് യൂദാസ്. എന്നോടൊപ്പം എന്റെ ഭക്ഷണമേശയിൽ പങ്കുചേർന്ന എന്റെ പ്രാണസ്നേഹിതൻ. ക്രിസ്തു യൂദാസിനെ വിളിക്കുന്ന കാര്യം ഓർക്കണം. സങ്കീർത്തനം 41:9 പറഞ്ഞുകൊണ്ട് ക്രിസ്തു ആ സമയത്ത് പറയുന്നുണ്ട്, എന്റെ ഭക്ഷണമേശയിൽ എന്നോടൊപ്പം പങ്കുചേർന്ന് എന്റെ പ്രാണസ്നേഹിതൻ എനിക്കെതിരെ കുതികാൽ ഉയർത്തി. നിങ്ങൾ ആലോചിച്ച് നോക്ക്, അല്പമൊരു സ്നേഹത്തിന്റെ കണിക ഹൃദയത്തിലുണ്ടെങ്കിൽ ആ വാക്ക് കേൾക്കുമ്പോൾ താൻ ചെയ്യാൻ പോകുന്ന പ്രവൃത്തിയെക്കുറിച്ച് ബോധ്യമുള്ള യൂദാസ് എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? നമ്മളാണ് യേശുവിന്റെ അടുത്തിരിക്കണമെന്ന് വിചാരിക്കുക, നമ്മൾ യേശുവിനെ നിഷേധിക്കാൻ പോകുന്നൊരു സമയമാണെന്ന് വിചാരിക്കുക. ഈശോ നമ്മുടെ മുഖത്ത് നോക്കി എന്നോടൊപ്പം എന്റെ ഭക്ഷണമേശയിൽ പങ്കുചേർന്ന എന്റെ പ്രാണസ്നേഹിതൻ എനിക്കെതിരെ കുതികാലുയർത്തി എന്ന വചനം പറഞ്ഞാലോ? ആ സങ്കീർത്തനം 41:9 തിരിച്ചറിയണ്ട. ഇങ്ങനൊരു വാക്ക് പറഞ്ഞാൽ നമ്മുടെ ഹൃദയം ദ്രവിക്കില്ലേ? യൂദാസിന് മനഃചാഞ്ചല്യം ഉണ്ടായില്ല. സജീവവും ഊർജ്ജസ്വലവും ഇരുതിരവാളിനേക്കാൾ മൂർച്ചയേറിയതുമായ ഒരു വചനമാണ് ക്രിസ്തു പറയുന്നത്. ദൈവത്തിന്റെ വചനം അങ്ങനെയുള്ളതാ, സജീവവും ഊർജ്ജസ്വലവും ഇരുതിരവാളിനേക്കാൾ മൂർച്ചയേറിയതുമായ വചനം. ആ വചനമാണ് പറഞ്ഞത്, എന്നോടൊപ്പം എന്റെ ഭക്ഷണമേശയിൽ പങ്കുചേരുന്ന എന്റെ പ്രാണസ്നേഹിതൻ എനിക്കെതിരെ കുതികാൽ ഉയർത്തി. അത് യൂദാസിന് മനസ്സിലായില്ല. കാരണം യൂദാസിന്റെ ഹൃദയം മന്നോഷ്ണമായിരുന്നു. അവിടെ ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിന്റെ ചൂടോ അവന്റെ സ്നേഹത്തിൽ ആശ്രയിക്കുന്ന തണുപ്പോ ഇല്ല. ക്രിസ്തുവുമായുള്ള ഗാഢബന്ധത്തിൽ ഉറയ്ക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് യൂദാസ് അവന്റെ വാക്കിനെ അവഗണിച്ച് ഇറങ്ങിപ്പോകുന്നു. ഒരു ചുംബനം കൊണ്ട് ഗുരുവിനെ ഒറ്റിക്കൊടുക്കുന്നു. യൂദാസ് അനുദപിക്കുന്ന എങ്ങനെയാ? നിഷ്കളങ്ക രക്തത്തെ ഒറ്റിക്കൊടുത്ത് ഞാൻ പാപം ചെയ്തു. യേശു തെറ്റുകാരനല്ലെന്ന് യൂദാസിന് അറിയാം. യഹൂദരുടെ അസൂയയാണ് ഈ ഒറ്റിന്റെ പുറകിലുള്ളതെന്ന്, 30 വെള്ളി നാണയങ്ങളുടെ പുറകിലുള്ളതെന്ന് യൂദാസിന് അറിയാം. പക്ഷേ യൂദാസ് യേശുവിനെ സ്നേഹിക്കുന്നില്ല. ഹൃദയം കൊണ്ട് യൂദാസ് യേശുവിനെ സ്നേഹിച്ചിരുന്നെങ്കിൽ 30 വെള്ളി നാണയമല്ല 1 കോടി വെള്ളി നാണയം കൊടുക്കാമെന്ന് പറഞ്ഞാലും യൂദാസിന് അത് സ്വീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് യൂദാസ് ആത്മാനുതാപമില്ലാത്തവനായി പോയതുകൊണ്ട് അവന്റെ അനുതാപം കേവലം കുറ്റബോധമായിട്ട് മാറുന്നു. അതുകൊണ്ട് തനിക്ക് ലഭിച്ച ഈ 30 വെള്ളി നാണയങ്ങൾ പുരോഹിതന്മാരുടെ മുൻപിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് അവൻ പോയി കെട്ടി ഞാന്ന് ചാവുന്നു. കുറ്റബോധത്തിൽ അവൻ അമരുന്നു.
അവൻ അപ്പോഴും തിരിച്ചറിയുന്നില്ല എൻ്റെ നാഥനായ രക്ഷകനായ മിശിഹായെയാണ് ഞാൻ ഒറ്റുകൊടുത്തതെന്ന് യൂദാസിന് അപ്പോഴും ബോധ്യപ്പെടുന്നില്ല. എന്തുകൊണ്ടാണ് ഇപ്രകാരം യൂദാസിന്റെ ഹൃദയം തണുത്തുപോയത്? വചനം കേട്ടിട്ടും ആ ഹൃദയം എന്തേ ജ്വലിക്കാതെ പോയത്? അതിനൊരു പ്രധാനപ്പെട്ട കാരണം, നാം നമ്മെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് ആരെയും സ്നേഹിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ക്രിസ്തുവിനെ സ്നേഹിക്കാനും കഴിയില്ല. സ്വാർത്ഥത്തിൽ ഉറച്ചു പോകുന്ന മനുഷ്യന്റെ വീഴ്ച, സ്വാർത്ഥത്തിൽ ഉറച്ചു പോകുന്ന മനുഷ്യന്റെ ഏറ്റവും വലിയ പരിമിതി, അവൻ ആരെയും സ്നേഹിക്കാൻ കഴിയില്ലെന്നുള്ളതാണ്. ഉത്തമഗീതം പറയുമല്ലോ, സ്നേഹം മരണത്തെ പോലെ ശക്തം. ഒരു സ്വയമുപേക്ഷയാണ് സ്നേഹമെന്ന പരമാർത്ഥം അറിയണം. ഞാൻ എന്നെ അവഗണിച്ചാൽ മാത്രമേ, ഞാൻ എന്നെ തള്ളിക്കളഞ്ഞാൽ മാത്രമേ, ഞാൻ എന്ന പ്രമത്തമായ അധികാരത്തെ എന്നിൽ നിന്ന് നിഷ്കാസനം ചെയ്താൽ മാത്രമേ, എന്നോടുള്ള പ്രിയത്തിൽ നിന്ന് മോചനം ലഭിച്ചാൽ മാത്രമേ എനിക്ക് ക്രിസ്തുവിനെ സ്നേഹിക്കാൻ കഴിയൂ. ഇനി യൂദാസിനെ കുറിച്ച് വർണ്ണിച്ച് സമയം കളയേണ്ട കാര്യമില്ലല്ലോ. നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് വരാം. നമ്മൾ ക്രിസ്തുവിനെ നിഷേധിക്കുന്നവരാണോ? നമ്മൾ ക്രിസ്തുവിനെ നിഷേധിക്കുന്ന ജീവിത സാഹചര്യങ്ങളുണ്ടോ? ഇപ്പോൾ ഉള്ളത് വിശ്വാസം അകമേ ത്യജിച്ചവരായ ആളുകളാണ്. വിശ്വാസം പുറമേയൊക്കെ നിലനിർത്തുകയും അകമേ വിശ്വാസം ത്യജിക്കുന്ന വിശ്വാസത്യാഗികളായി നമ്മൾ മാറിപ്പോകുന്നുണ്ട്. നാം പോലും അറിയാതെ നമ്മളെപ്പോഴും ജീവിത സാഹചര്യങ്ങളെ കുറ്റം പറയും. ഭൗതിക സാഹചര്യങ്ങളാണ് ഈ കുഴപ്പങ്ങൾക്കൊക്കെ കാരണമെന്ന് പറയും. എത്ര കടുത്ത ഭൗതിക സാഹചര്യം ഉണ്ടായാലും, ക്രിസ്തുവാണ് ഹൃദയത്തിന്റെ നാഥനെന്ന ബോധ്യമുണ്ടായാൽ, അവനോടുള്ള പ്രണയം വർദ്ധിച്ചാൽ, ഏത് കടുത്ത സാഹചര്യത്തെയും നമുക്ക് നേരിടാൻ പറ്റും. ഒരു ചെറിയ കാര്യം ആലോചിച്ചാൽ മതി. വിശുദ്ധ ആഗ്നസ് എങ്ങനെയാ മരിക്കണേ? ആഗ്നസിനോട് പ്രണയാഭ്യർത്ഥന നടത്തുന്നയാളെ നിഷേധിക്കാൻ ആഗ്നസിന് കഴിയുന്നത് അതിനേക്കാൾ കൂടുതൽ സ്നേഹം, ആഴമേറിയ പ്രണയം ക്രിസ്തുവിനോടുള്ളത് കൊണ്ടാണ്. ഹെബ്രായ ലേഖനം പറയുമല്ലോ, ചില ആളുകൾ ഗുഹകളിലൊക്കെ പോയി അലഞ്ഞു തിരിഞ്ഞ് നടന്നു, അവരെ സ്വീകരിക്കാനുള്ള യോഗ്യത ഈ ലോകത്തിനില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ, ഹെബ്രായർ 11:36 ആ സ്നേഹത്തെക്കുറിച്ച് പറയുന്നത് എങ്ങനെയാ? ചിലർ പരിഹാസവും ബന്ധനവും ചമ്മട്ടിയടിയും കാരാഗ്രഹവാസവും അനുഭവിച്ചു. ചിലരെ കല്ലെറിഞ്ഞു, ചിലരെ വിചാരണ ചെയ്തു, ചിലർ രണ്ടായി വെട്ടിമുറിക്കപ്പെട്ടു, ചിലർ വാളിനിരയായി. അപ്പോഴൊന്നും അവർ പ്രതികരിച്ചില്ല, അവർ നിഷേധിച്ചില്ല, അവർ ഓടിപ്പോയില്ല. അവർ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ ഒട്ടിനിന്നു. അവരെ സ്വീകരിക്കാനുള്ള യോഗ്യത ഈ ലോകത്തിനില്ലായിരുന്നു. അവരുടെ സ്നേഹം ക്രിസ്തുവിലായിരുന്നു. ക്രിസ്തുവിലാണ് അവർ ലോകത്തെ കണ്ടത്. അഥവാ ഈ ലോകത്തെ അവർ സ്നേഹിച്ചത് പോലും ക്രിസ്തുവിനെ പ്രതിയായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പരിശോധിക്കേണ്ടത് ഈ ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ എത്രത്തോളം നമുക്ക് ആഴപ്പെടാൻ കഴിയുന്നുണ്ടെന്നുള്ളതാണ്. നമ്മൾ സാധാരണ പറയുമല്ലോ, സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലമാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ആയിപ്പോകുന്നത്. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം പത്രോസിനുണ്ടായത് എങ്ങനെയാണ് നമ്മൾ കണ്ടു. സാഹചര്യങ്ങളുടെ സമ്മർദ്ദമല്ല, ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിലുണ്ടാവുന്ന ബലക്ഷയമാണ് യഥാർത്ഥത്തിൽ ലോകത്തിലേക്ക് തിരിയുന്ന നമ്മുടെ മനോഭാവമാണ് നമ്മെ പാപങ്ങളിലേക്ക് തള്ളിവിടുന്നത്. അതുകൊണ്ട് ആത്മാനുതാപം എന്നതിന് ആദ്യമേ നാം തിരിച്ചറിയേണ്ട ഒരു കാര്യം, ക്രിസ്തുവിനോട് സ്നേഹമുള്ളൊരു ഹൃദയഭാവം ഉണ്ടാകുക, തപിക്കുന്നൊരു ഹൃദയം ഉണ്ടാകുക എന്നുള്ളതാണ്. അങ്ങനെ തപിക്കുന്നൊരു ഹൃദയം ഉണ്ടായില്ലെങ്കിൽ ദൈവവചനം ശ്രവിച്ചാലും ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞാലും അറിഞ്ഞാലും അത് നമ്മുടെ ഹൃദയത്തെ ബാധിക്കാതെ പോകും. അതുകൊണ്ടാണ് ലോകത്തോട് ഇപ്പോഴും നമുക്ക് സ്നേഹമുള്ളത്. നമ്മൾ പറയും യേശുവിന്റെ പിന്നാലെയാണ്, ക്രിസ്ത്യാനികളാണെന്ന് സ്വയം അഭിമാനത്തോടെ നമ്മൾ പറയും. പക്ഷേ നമ്മുടെ ദൈവമായി പണം വസിക്കുന്നു. നമ്മുടെ കുടുംബങ്ങളിൽ രാജാവ് പണമാണ്. നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം ലോകഭോഗമാണ്, സുഖഭോഗങ്ങളാണ്. നമ്മുടെ ലക്ഷ്യം ഈ ഭൂമിയിലെ ജീവിതമാണ്. നിത്യജീവിതത്തിലേക്ക് പോകാൻ താല്പര്യമുള്ളവരായിട്ടല്ല നമ്മൾ ജീവിക്കുന്നത്. ചില ആളുകൾ മരിച്ചാലും കട്ടിലേന്ന് വിടില്ല എന്ന് പറയും. കട്ടിലിന്റെ വില്ലിയെ പിടിച്ചുകൊണ്ടിരിക്കും. വരുന്നില്ലെന്നാ പറയണേ. ദൈവം വന്ന് വിളിച്ചാലും വരില്ലെന്നാ പറയണേ. കാരണം ഈ ഭൂമി വിട്ടു പോകാൻ നമുക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി, ഇവിടെ തന്നെ ഈ ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ഈ ഭൂമിയോടുള്ള പ്രണയത്തിൽ നിലനിൽക്കാനാണ് നമുക്ക് താല്പര്യം. അങ്ങനെ ഭൗമികതയെ പ്രണയിക്കുന്ന നമുക്ക് ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ ആഴപ്പെടാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ ഹൃദയം ജ്വലിക്കുന്നില്ല, താപമുണ്ടാകുന്നില്ല. ഹൃദയത്തിന് ചൂടില്ലാത്ത ഈ അവസ്ഥ യഥാർത്ഥത്തിൽ ദൈവത്തിൽ നമ്മെ അകറ്റിക്കളയുന്നു.
അതാണ് അനുതാപരാഹിത്യം എന്നറിയണം. ഭൂമിയിലെ ദൈവരാജ്യമായ സഭയിൽ അംഗമാകാൻ വേണ്ടി ലോകത്തെയും അതിന്റെ ആഡംബരങ്ങളെയും ഉപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് മാമുദീസ വേളയിൽ ദേവാലയത്തിനകത്ത് കയറിയവരാണ് നമ്മൾ. അങ്ങനെ ക്രിസ്തുമാർഗത്തിലാണെന്ന് സ്വയം തീരുമാനിക്കുകയും ജീവിതത്തിൽ നിരവധിയായ തവണ ഏറ്റുപറയുന്ന കൗതാശികമായ അർപ്പണങ്ങളിലൂടെ കടന്നു പോവുകയും ചെയ്തിട്ടും നാം ഈ ലോകത്തോട് ആഭിമുഖ്യമുള്ളവരായി ജീവിക്കുന്നു. ക്രിസ്തു ദൈവമാണെന്ന് വെളിപ്പെട്ടില്ലേ? അവൻ നിനക്ക് വേണ്ടിയും എനിക്ക് വേണ്ടിയുമാണ് കുരിശിൽ മരിച്ചതെന്ന് ബോധ്യപ്പെട്ടില്ലേ? വചനം നമ്മോടത് പറഞ്ഞു. അനേകം രക്തസാക്ഷികളും വിശുദ്ധന്മാരും ജീവിതം കൊണ്ടത് വെളിപ്പെടുത്തി അപ്രകാരം ജീവിക്കുമ്പോൾ ഹൃദയത്തിനുണ്ടാവുന്ന ആനന്ദം നമുക്ക് കാട്ടിത്തന്നു. അങ്ങനെ നിത്യരക്ഷയിലേക്ക് പോകാനായി വിളിക്കപ്പെട്ടവരെന്ന ബോധ്യത്തോടെ ഈ ഭൂമി ജീവിക്കുമ്പോഴും നാം പലപ്പോഴും വഴുതിപ്പോകുന്നുണ്ട്. അതുകൊണ്ട് രക്ഷപ്പെടുക എന്നാൽ പണമുണ്ടാകുക എന്നാണെന്നും സുഖമായിരിക്കുക എന്നാൽ ഹൃദയപരമായ സ്വസ്ഥതയുണ്ടാകലാണ് ലോകത്തെ സുഖഭോഗങ്ങൾ അനുഭവിക്കാൻ കഴിയുക എന്നാണെന്നും നാം തെറ്റിദ്ധരിക്കുന്നു. പത്രോസ് എങ്ങനെയുള്ള ആളായിരുന്നു? ക്രിസ്തു വിളിച്ചപ്പോൾ പുറകെ ഇറങ്ങിപ്പോന്നതാ. ഞങ്ങൾ സർവ്വം ഉപേക്ഷിച്ച് നിന്റെ പിന്നാലെ ഇറങ്ങിയിരിക്കുന്നു, ഞങ്ങൾക്ക് എന്ത് ലഭിക്കും? ക്രിസ്തുവിന്റെ പിന്നാലെ ഇറങ്ങിയവരാ. അവരെ ചൂണ്ടിയിട്ടാണ് ഈശോ പറഞ്ഞത്, ആരാണ് എൻ്റെ അമ്മയും സഹോദരങ്ങളും? അപ്പോസ്തലന്മാരുടെ കണ്ണുകളിലേക്ക് നോക്കിയിട്ട് ഈശോ പറഞ്ഞത്, ദൈവരാജ്യത്തെ പ്രതി എല്ലാം ഉപേക്ഷിച്ചു വന്ന ഇവരാണ്, ഈ ചെറിയവർ. ഇവരാണ് യഥാർത്ഥത്തിൽ എൻ്റെ അമ്മയും സഹോദരങ്ങളും. ആരാണ് ദൈവത്തിന്റെ വചനം കേൾക്കുന്നത്? അത് പാലിക്കുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരങ്ങളും. അത് എന്നെയും നിങ്ങളെയും കൂടി നോക്കിയിട്ടാണ്. ക്രിസ്തുവിനോട് സ്നേഹം പ്രഖ്യാപിച്ച പത്രോസ് എങ്ങനെയാ പറയുന്നത്? വിശുദ്ധ മത്തായി സുവിശേഷം 16:16 നീ സജീവനായ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. ഏറ്റുപറയാം. ലോകം പ്രവാചകനെന്നും ജെറമിയെന്നും സ്നാപകനെന്നും ഒക്കെ വിളിച്ച ക്രിസ്തുവിനെ മുഖത്ത് നോക്കി നീ സജീവനായ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് എന്ന് പറയാൻ ബലമുണ്ടായ ഒരാളാണ് വിശുദ്ധ പത്രോസ്. ആത്മാവ് വെളിപ്പെടുത്തിയതാ, പുസ്തകത്തിലൂടെ വായിച്ചതല്ല. നമ്മളൊക്കെ പുസ്തകത്തിലൂടെ വായിച്ചതാണ്, വചനം കേട്ടതാണ്. വചനം കേട്ടതല്ല, ഹൃദയത്തിനകത്തൊരു ബോധ്യം ഉണ്ടായതാ. നമുക്ക് നമ്മൾ ഈ വായിക്കുന്ന കാര്യങ്ങൾ ഹൃദയബോധ്യമാക്കാൻ ഇപ്പോഴും പറ്റുന്നില്ല. ഹൃദയത്തിൽ ആത്മാവ് മുഖേന നിവേശിപ്പിക്കപ്പെട്ട പത്രോസ് അത് ഉദ്ഘോഷിക്കുന്നുണ്ട്, നീ സജീവനായ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. വിശുദ്ധ പത്രോസ് വിശുദ്ധ മത്തായി 26:33 ആരെല്ലാം ഇടറിയാലും ഞാൻ നിന്നിൽ ഇടറുകയില്ല. സ്നേഹപ്രഖ്യാപന. അങ്ങനെ പറഞ്ഞ ആളാ പത്രോസ്. നിന്നോടുള്ള സ്നേഹത്തെ പ്രതി മരിക്കാൻ തയ്യാറാണെന്നൊക്കെ പറയൂലേ പ്രണയികൾ തമ്മിൽ നിനക്ക് വേണ്ടി ഞാൻ മരിക്കാൻ തയ്യാറാണ്. സ്നേഹത്തിന്റെ പാരമ്യമാണ്. അങ്ങനെ പറഞ്ഞ ആളാ പത്രോസ്. വിശുദ്ധ മത്തായി സുവിശേഷത്തിൽ 26-ാം അധ്യായത്തിൽ 35-ാം തിരുവചനത്തിൽ മരിക്കേണ്ടി വന്നാൽ പോലും നിന്നെ ഞാൻ തള്ളുകയില്ല. ഈശോ പറയുന്നുണ്ട്, പത്രോസേ നീ എന്നെ തള്ളിപ്പറയും, പത്രോസേ നീ എന്നെ തള്ളിപ്പറയും. അങ്ങനെ പറയുമ്പോ സ്നേഹം പ്രഖ്യാപിച്ചുകൊണ്ട് പത്രോസ് ജ്വലിച്ചുകൊണ്ട് പറയാണ്, മരിക്കേണ്ടി വന്നാൽ പോലും ഞാൻ നിന്നെ നിഷേധിക്കില്ല. അങ്ങനെ പറഞ്ഞ പത്രോസാണ് യേശുവിനെ തള്ളിപ്പറയുന്നത്. അങ്ങനെ പറഞ്ഞ പത്രോസ് മണിക്കൂറുകൾ കഴിയും മുമ്പേ അവന് തണുത്തു, അവന് ഭയമുണ്ടായി, അവൻ സ്നേഹത്തിൽ നിന്നകന്നു. യഥാർത്ഥത്തിൽ വിശുദ്ധ പത്രോസിന്റെ ഹൃദയത്തിന് തണുപ്പുണ്ടായി. ഹൃദയം തണുത്തു മരവിച്ചു, സ്നേഹം മരവിച്ചു പോയി. ക്രിസ്തുവിനുള്ള സ്നേഹത്തിൽ നിന്നകന്നു. ക്രിസ്തുവിന്റെ പീഡാനുഭവ പ്രവചനങ്ങളെ ഹൃദയത്തിൽ വിശ്വസിക്കാൻ മാത്രം ബലമില്ലാത്തവനായി പോയി, ആശ്രയത്വമില്ലാത്തവനായി പോയി. അതുകൊണ്ട് വിശുദ്ധ പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞു. വിശുദ്ധ മർക്കോസ് സുവിശേഷത്തിൽ 14-ാം അധ്യായത്തിൽ 72-ാം തിരുവചനത്തിൽ നമുക്കത് കാണാം. ക്രിസ്തു പറഞ്ഞതുപോലെ 2 പ്രാവശ്യം കോഴി കൂവുന്നതിന് മുമ്പ് 3 പ്രാവശ്യം പത്രോസ് തള്ളിപ്പറഞ്ഞു. പക്ഷേ ആ തള്ളിപ്പറഞ്ഞതിന് ശേഷം അടുത്ത നിമിഷത്തിൽ അവൻ ഉള്ളുരുകി കരഞ്ഞു. സുവിശേഷം അങ്ങനെയാ നമ്മോട് പറയാം, അവൻ ഉള്ളുരുകി കരഞ്ഞു. യൂദാസ് താൻ ചെയ്ത പ്രവൃത്തിയുടെ പ്രതിഫലമായി കിട്ടിയ 30 വെള്ളി നാണയങ്ങൾ വലിച്ചെറിഞ്ഞുകൊണ്ട് നിഷ്കളങ്ക രക്തത്തെ ഒറ്റിക്കൊടുത്തു എന്ന് പറയുന്നതിനേക്കാൾ ബലമുള്ള ഒരു കാര്യം പത്രോസിൽ സംഭവിക്കുന്നുണ്ട്. അവൻ ഉള്ളുരുകി കരഞ്ഞു. എന്തോർത്തിട്ടാ? അകത്തെ ചൂടുണർന്നു. യേശു പറഞ്ഞ വാക്ക് ഹൃദയത്തിൽ ഓർത്ത നിമിഷത്തിൽ അവന്റെ ഉള്ളിൽ ചൂട് നിറഞ്ഞു. ഹൃദയം പ്രണയാർദ്രമായി. അവൻ കരഞ്ഞു.
ആത്മാനുതാപത്തിന്റെ കണ്ണുനീരാണ്. അതുകൊണ്ടാണ് യൂദാസ് വീണുപോയ കുറ്റബോധത്തിൽ വീഴാതെ വിശുദ്ധ പത്രോസ് ക്രിസ്തുവിന്റെ അജപാലകനായിട്ട് ഉയരുന്നത്. ഹൃദയത്തിൽ ചൂടുണ്ടാവുക പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി നമ്മുടെ കാര്യത്തിലേക്ക് വരാം. നമ്മൾ എങ്ങനെയാണ് ഹൃദയത്തിൽ ചൂടുള്ളവരാണോ? ക്രിസ്തുവിനെ ഹൃദയത്തിന്റെ ഭാവമാക്കി മാറ്റിയവരാണോ? അവനാണ് പ്രണയി എന്ന് കരുതുന്നവനാണോ? ഞാനും നിങ്ങളും ക്രിസ്തുവിനെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ എത്രത്തോളം ആത്മാർത്ഥത അതിനകത്തുണ്ട്, ക്രിസ്തുവിന്റെ സ്നേഹം എത്രത്തോളം തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്ക് പലപ്പോഴും ഈ അനുഭവം ഇല്ല എന്ന് പറയാൻ ഒരു ചെറിയ കാര്യം ഞാൻ സൂചിപ്പിക്കാം. കുമ്പസാരത്തിൽ നമ്മൾ പാപമേറ്റു പറയുമല്ലോ. ഭർത്താവിനനുസരിച്ചില്ല, ഭാര്യ അനുസരിച്ചില്ല, സ്നേഹിച്ചില്ല, ക്ഷമിച്ചില്ല, സഹിച്ചില്ല, നോണ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയുമല്ലോ. മറ്റുള്ളവർക്കെതിരെ ചെയ്ത തെറ്റുകൾ, ഇതൊക്കെ തെറ്റുകളാണ്. നോണ പറഞ്ഞു, കോപിച്ചു, ഇതൊക്കെ നമ്മൾ പോയി കുമ്പസാരത്തിൽ പറയും. നിങ്ങളൊന്ന് ഓർത്തു നോക്കിയിട്ടുണ്ടോ? നിങ്ങൾ ദ്രോഹിച്ചത് കേവലം മനുഷ്യനെയല്ലെന്നും അത് ക്രിസ്തു തന്നെയായിരുന്നു എന്നും ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് വീണുപോയി എന്നും ഹൃദയത്തിൽ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഞാൻ മറ്റൊരുവനെ അടിച്ചപ്പോ ഞാൻ അടിച്ചത് എനിക്ക് വേണ്ടി പിളർന്ന അവന്റെ ശരീരത്തിനകത്താണെന്ന് ഞാൻ ഓർത്തിട്ടുണ്ടോ? എനിക്ക് വേണ്ടി രക്തം ചിന്തി അവന്റെ വിലാപ്പുറത്ത് ഞാൻ എന്റെ ശാഠ്യം കൊണ്ട് കുത്തുകയാണെന്ന് തോന്നിയിട്ടുണ്ടോ? ക്രിസ്തുവിനെയാണ് യഥാർത്ഥത്തിൽ ഞാൻ വേദനിപ്പിച്ചതെന്ന്, അനുസരിക്കാതെ പോയതെന്ന്, ക്രിസ്തുവിനെയാണ് സ്നേഹിക്കാതെ പോയതെന്ന് ഹൃദയത്തിൽ തോന്നിയിട്ടുണ്ടോ? ഞാനൊരു നുണ പറഞ്ഞപ്പോ എന്റെ ഈശോയെ ഞാൻ വീണ്ടും ക്രൂശിക്കുകയാണെന്ന് തോന്നിയിട്ടുണ്ടോ? സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിൽ എന്ന പേരിൽ ഞാൻ ലോകത്തിന്റെ മാർഗത്തിലേക്ക് തിരിഞ്ഞപ്പോ ഞാൻ തള്ളിപ്പറയുന്നത് ക്രിസ്തുവിനെയാണെന്ന് തോന്നിയിട്ടുണ്ടോ? ഈ ഒരു ബോധ്യം ഹൃദയത്തിനകത്ത് ഇല്ലാതെ പോകുന്നത് കൊണ്ടാണ് നമ്മുടെ അനുതാപങ്ങൾ യഥാർത്ഥ അനുതാപമല്ലാതായി മാറിപ്പോകുന്നത്. സഭ നമ്മെ രണ്ട് അനുതാപത്തെക്കുറിച്ച് പഠിപ്പിക്കും: ഉത്തമമായ മനസ്താപവും അടിമ മനസ്താപവും. ഉത്തമമായ മനസ്താപം എന്ന് വെച്ചാൽ ഈ സ്നേഹത്തിൽ നിന്നുള്ള വീഴ്ചയാണ്, ആ വീഴ്ചയെക്കുറിച്ചുള്ള ബോധ്യമാണ്. അടിമ മനസ്താപം നരകത്തിൽ പോകുന്നുള്ള വിചാരമാണ്. നമുക്കിപ്പോ നരകത്തിൽ പോകുന്നുള്ള വിചാരം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അതിന് ഹൃദയത്തിൽ വലിയ സ്ഥാനമൊന്നും കൊടുക്കുന്നില്ല. ക്രിസ്തുവിനുള്ള സ്നേഹത്തിലോ ഈശോയെ സ്നേഹിക്കാൻ കഴിയാതെ പോയി എന്ന ആത്മവിലാപമാണ് ഹൃദയത്തിലുള്ളതെങ്കിൽ, ആ ചൂടാണ് നിങ്ങളെ ഭരിക്കുന്നതെങ്കിൽ, പാപസങ്കീർത്തനത്തിനായി അണയുമ്പോൾ ഞാൻ അവരനെ ദ്രോഹിച്ചു എന്ന് പറയുന്നതിന് മുൻപ് ഞാൻ ക്രിസ്തുവിനെ ദ്രോഹിച്ചു എന്ന് ഹൃദയം വിങ്ങിപ്പൊട്ടാൻ കാരണമാകും. അങ്ങനെ ഹൃദയത്തിനകത്ത് ക്രിസ്തുവിനുള്ള സ്നേഹം ജ്വലിക്കാതെ പോകുന്നിടത്തൊക്കെ നമ്മുടെ അനുതാപം പൊള്ളയായ അനുതാപമാണ്. തെറ്റ് ചെയ്തു പോയി എന്ന വിചാരം മാത്രമാണ്. അത് കേവലം കുറ്റബോധത്തിന്റെ ഏറ്റുപറച്ചിലാണ്. ആത്മാനുതാപപൂർണം ക്രിസ്തുവിലേക്ക് തിരിയുന്ന വഴിയല്ല. അതുകൊണ്ട് ഹൃദയത്തെ തിരിച്ചറിയണം. ആത്മാനുതാപം പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ക്രിസ്തുവിനുള്ള സ്നേഹത്തെക്കുറിച്ചുള്ള ചിന്തയാണ്. ക്രിസ്തുവിനുള്ള സ്നേഹത്തിൽ നിന്നുള്ള അകൽച്ചയെക്കുറിച്ചുള്ള ഹൃദയത്തിന്റെ വിങ്ങലാണ് യഥാർത്ഥത്തിൽ ആത്മാവിൽ ജ്വലനമായിട്ട്, സ്നേഹത്തിന്റെ ഇരട്ടി ഇരട്ടി ജ്വലനമായി മാറേണ്ടത്. അങ്ങനെ മാറിയാൽ നിശ്ചയമായും ജീവിക്കുന്ന വഴിയിലൊക്കെ ക്രിസ്തു സ്നേഹത്തിൽ വ്യാപരിക്കാൻ കഴിയും. അവിടെ ഹൃദയം എപ്പോഴും ജ്വലിക്കുന്നതായിരിക്കും. ഓരോ നിമിഷവും സ്നേഹത്തിൻ്റെതായിരിക്കും. അവർ നമ്മെ ദ്രോഹിക്കുമ്പോൾ പോലും ഹൃദയം അതിനെതിരെ പരിതപിക്കില്ല. ക്രിസ്തുവിലാണ് നാം ആശ്രയിക്കുന്നത്. നമ്മെ മറ്റുള്ളവർ സ്നേഹിക്കണമെന്ന ഷഡ്യത്തിൽ നിന്ന് ക്രിസ്തു എന്നെ സ്നേഹിക്കുന്നു എന്ന തിരിച്ചറിവിലേക്ക് നാം ഉയരും. അങ്ങനെ ക്രിസ്തുവിനെ സ്നേഹിക്കാൻ നാം ആത്മാർത്ഥമായി ഹൃദയം കൊണ്ട് ദാഹിക്കുമ്പോൾ നമുക്ക് തിരിച്ചറിയാനാവും നമുക്കിപ്പോഴും സ്നേഹിക്കാനായിട്ടില്ല. ക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു, ഞാനോ ഇനിയും അത് സ്വന്തമാക്കിയിട്ടില്ല. ഈ ഒരു ബോധം ഹൃദയത്തെ ഭരിക്കുമെങ്കിൽ ആത്മീയ വഴിയിൽ നമ്മുടെ യാത്ര രക്ഷാകരമായി തീരും, ആനന്ദപ്രദമായി തീരും, അനുഭൂതിദായകമായി തീരും. അപ്രകാരം ഒരു അനുഭവത്തിലേക്ക് ദൈവം നമ്മെ നയിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. ആമേൻ.